89.6 FM Sargakshetra SK Junction. ഹായ് ഹലോ നമസ്കാരം, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു SK ജംഗ്ഷൻ. കൂടെയുള്ളത് തന്നെയാണ് കേട്ടോ. അങ്ങനെ സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം സൂപ്പർ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റി, അല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റി നമ്മൾ കാര്യമായിട്ട് SK ജംഗ്ഷനിലൂടെ അറിയാനായിട്ട് പോവാണ്. എന്തായാലും അടുത്ത 2 മണിക്കൂർ ഞാൻ കൂടെ ഉണ്ട്. പക്ഷെ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു തിലകം വെറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. ഹായ് ഡോക്ടർ. ഹായ്. സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അത്രയും ഹാപ്പി ആയിട്ടാണ്, അത്രയും ചിരിച്ച മുഖത്തോട് കൂടിയിട്ടാണ് ഡോക്ടർ ഓൾറെഡി ഇരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ആളുകളിലേക്ക് ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വരാൻ പോകുന്ന May 25 വേൾഡ് തൈറോയിഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റി, തൈറോയിഡ് എന്ന് പറയുന്നത് പൊതുവേ ഇപ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ പേടി ഒന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു വേണമെങ്കിൽ മാറ്റാം അല്ലേ? സോ നമ്മുടെ എല്ലാവരുടെയും ബോഡിയെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അത് കാണുമ്പോഴും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാണ് അല്ലേ? ശരിക്കും ഈ ലോക തൈറോയിഡ് ദിനം ആചരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണ് ഡോക്ടർ? അന്ന പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വർഷവും May 25 ഈ ലോക തൈറോയിഡ് ദിനം ആചരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ അവയർനെസ് ത്രൂ എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ എയിം എന്താന്ന് വെച്ചാൽ നമ്മൾ പൊതുജനത്തിന് കുറച്ചും കൂടെ അവെയർ ആക്കാൻ വേണ്ടി തൈറോയ്ഡ് രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അത് എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെയാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നും പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് അവെയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ദിനം ആചരിക്കുന്നത്. ഒപ്പം തന്നെ ഡോക്ടർ, തൈറോയിഡിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ പബ്ലിക്കിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ അവയർനെസ് കൊടുക്കുന്നതിന്റെ ആവശ്യകത എത്രത്തോളാണ്? അതെ, പബ്ലിക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ തൈറോയ്ഡ് ഡിസീസസ്. അപ്പം അത് പല തരത്തിലുണ്ട്. അപ്പം നമുക്ക് ഈ തൈറോയിഡിൻ്റെ ഹോർമോൺസിലുള്ള വ്യത്യാസങ്ങൾ, അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഓവർ പ്രൊഡക്ഷൻ കാരണം തൈറോയ്ഡ് ഹോർമോൺസ് കൂടുമ്പോൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. അതേപോലെ ഹോർമോൺ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻ ഹൈപ്പോ തൈറോയിഡിസം. പിന്നെ ഈ ട്രാൻസിയൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ വരുമ്പം നമുക്ക് തൈറോയിഡിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ തൈറോയിഡൈറ്റിസ് എന്ന് പറയും. പിന്നെ തൈറോയിഡുകളിൽ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ തൈറോയ്ഡ് ഡിസീസസിൽ. യൂഷ്വലി ഈ തൈറോയ്ഡ് ഡിസീസസിൽ കുറച്ച് ക്ലിനിക്കൽ സിംറ്റംസ് ഉണ്ട് ഓരോ അസുഖങ്ങൾക്കും. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസ് ആണെങ്കിൽ ലോ മൂഡും ഭയങ്കര ക്ഷീണം, പിന്നെ വെയിറ്റ് ഗെയിന്, ഹെയർ ലോസ്, പിന്നെ ഡ്രൈ സ്കിന്ന്, പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ഇതൊക്കെയാണ് കോമൺലി കാണുന്ന സിംറ്റംസ്. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് ഹൈപ്പോ തൈറോയിഡിസത്തിലുണ്ട്. ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ മറിച്ച് ഇറിറ്റബിലിറ്റി, എപ്പോഴും ഇങ്ങനെ അജിറ്റേറ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടിപ്പ് കൂടുന്ന ഒരു കണ്ടീഷൻ അങ്ങനെ. അതേപോലെ തന്നെ പിന്നെ ഈ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഹൈപ്പർ തൈറോയിഡിസത്തിലും കാണാം. അപ്പം ഇങ്ങനത്തെ സിംറ്റംസ് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം, വർക്ക് സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ സ്ട്രെസ് അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച ആൾക്കാർ അങ്ങനെ ഇരിക്കാറുണ്ട്. അപ്പം അതൊന്ന് പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യാനും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സിന് വേണ്ടിയാണ് നമ്മളിത് എയിം ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, എന്തായാലും നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്, കേൾക്കാനുണ്ട് SK ജംഗ്ഷനിലൂടെ തന്നെ. പക്ഷേ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന്റെ സമയം കൂടി ആയതുകൊണ്ട് പാട്ട് കേട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. കൂടെയുള്ള തന്നെയാണ് SK ജംഗ്ഷനിൽ 89.6 FM Sargakshetra SK Junction. പാട്ടൊക്കെ കേട്ട് നമ്മൾ SK ജംഗ്ഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ വേൾഡ് തൈറോയിഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന May 25 മുൻപായിട്ട് നമ്മളൊരു അവയർനെസ് ഇന്ന് റേഡിയോയിലൂടെ കേൾക്കുവാണ്. ഒപ്പം തന്നെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം വെറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. ഡോക്ടർ, നമ്മൾ എന്താണ് ഈ ഒരു ദിവസം ആചരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ പബ്ലിക്കിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഇനി ഡീപ്പായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈല് ഒരു 10 വർഷം മുൻപുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ജീവിതശൈലി തൈറോയിഡ് രോഗങ്ങൾ കൂടാനുള്ള റീസൺ ആയി മാറുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പരിധിവരെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് ഈ തൈറോയ്ഡ് രോഗങ്ങൾ കൂടിയിട്ടുണ്ടെന്ന് പറയാം.
പിന്നെ അതുകൊണ്ട് മാത്രമല്ല ഈ ജനറ്റിക് ആയിട്ടുള്ളൊരു പ്രിഡിസ്പോസിഷൻ ഉണ്ട്. അങ്ങനത്തെ ഉള്ള ഇൻഡിവിജ്വൽസിന് തൈറോയ്ഡ് ഡിസീസസ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കാം വരാനുള്ള സാധ്യത. പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്തെ വെച്ച് ഇപ്പം കുറച്ചും കൂടെ ഡയഗ്നോസിസ് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുന്നുണ്ട്. പബ്ലിക് കുറച്ചും കൂടെ അവെയർ ആണ്, കോമൺ പീപ്പിൾ അവെയർ ആണ്. അപ്പം അവർ തന്നെ ചിലപ്പം തന്നെ തൈറോയിഡൊക്കെ പോയി ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടേഴ്സിനെ കാണിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അവെയർ ആണ്. അപ്പം ഡയഗ്നോസിസും കുറച്ചും കൂടെ കൂടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തൈറോയിഡ് രോഗങ്ങൾ കുറച്ചും കൂടെ ഏർലി നമ്മൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് കമ്പയർഡ് ടു പ്രീവിയസ് ജനറേഷൻ. അതുപോലെ ഡോക്ടർ, നമ്മൾ പൊതുവെ തൈറോയിഡ് ഏറ്റവും കൂടുതൽ ഡിറ്റക്ട് ചെയ്യുന്നത് ഫീമെയിൽസിലാണ് അല്ലെ? പക്ഷേ നമുക്കിത് കണ്ടുപിടിക്കാൻ കുറേ പേർക്ക് ടൈം വൈകുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു തൈറോയിഡ് രോഗങ്ങൾ വരുന്ന ആൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പോൾ നമുക്കിത് നേരത്തെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഇന്റർവെൽസിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു റെഗുലർ ചെക്കപ്പ് സ്ത്രീകൾ നടത്തേണ്ടത് എപ്പോഴാണ്? ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് പുരുഷന്മാരെക്കാളും സ്ത്രീകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത്? പുരുഷന്മാരെക്കാളും സ്ത്രീകളിലാണ് ഈ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ കാണുന്നത്. അത് അന്ന പറഞ്ഞ് ശരിയാണ്. അത് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ത്രീകൾക്ക് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ജനറ്റിക് മേക്കപ്പ് അതും ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ XX ആണ്. അപ്പം ആ XX ക്രോമസോം ആയതുകൊണ്ടും ഈസ്ട്രജൻ്റെ ഈ ഒരു പ്രിഡോമിനൻസ് കൊണ്ട് നമുക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കൂടുതലാണ് കമ്പയർ ടു പുരുഷന്മാരെ വെച്ച് നോക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതലായിട്ട്. അപ്പം യൂഷ്വലി നമ്മളൊരു ആനുവൽ ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ സിംറ്റംസ് അത് വല്ലതും ഉണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വളരെ കോമൺ ആണ് ഇപ്പോഴത്തെ ജനറേഷനിൽ. അപ്പോൾ അതിൽ ഫ്ലോ കുറയുക, അല്ലെങ്കിൽ എക്സസീവ് ഫ്ലോ ഉണ്ട്, പ്രൊലോങ്ഡ് ആയിട്ട് ബ്ലീഡിങ് ഡേയ്സ് കൂടുന്നു, അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ മാത്രം ബ്ലീഡ് ചെയ്യുന്നു, പിന്നെ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ബ്ലീഡിങ് വരിക. അങ്ങനെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് തൈറോയ്ഡ് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ ഇൻഫെർട്ടിലിറ്റി, നമുക്ക് കൺസീവ് ആകാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിലും നമ്മുടെ തൈറോയ്ഡ് ചെക്ക് ചെയ്യണം. ഓക്കെ ഡോക്ടർ, എന്തായാലും തൈറോയിഡിനെ പറ്റി, തൈറോയിഡ് ഗ്രന്ഥിയെ പറ്റി, ഈ ഒരു ദിവസത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ SK ജംഗ്ഷനിലൂടെ അറിയും, കേൾക്കും, മനസ്സിലാക്കും. ദിസ് ഇസ് SK ജംഗ്ഷൻ. കൂടെയുള്ള തന്നെയാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്റീരിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷനിലൂടെ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്റീരിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ആളുകളിലേക്ക് അറിവുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മെയ് 25 വേൾഡ് തൈറോയ്ഡ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ്. സോ ഈ ഒരു ദിവസത്തിന് മുൻപായിട്ട് നമ്മളൊരു അവയർനെസ് റേഡിയോയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചധികം ഡൗട്ട്സ് ഇനിയുണ്ട്. അപ്പോൾ നമ്മളിനി ഗർഭിണികളെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഗർഭിണികൾക്ക് തൈറോയിഡ് പരിശോധന ആക്ച്വലി കമ്പൽസറി ആണോ ഡോക്ടർ? അപ്പം നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യണം. തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ TSHഉം ഫ്രീ T4ഉം ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം TSH എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പം ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പം TSH കൂടുതൽ പിറ്റ്യൂട്ടറി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും തൈറോയിഡിനെ. അങ്ങനെ TSHൻ്റെ ലെവൽസ് കൂടുതലായിരിക്കും ഈ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കുറവുള്ള ആൾക്കാർക്ക്. മറിച്ച് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം കൂടുതലുള്ള ആൾക്കാർക്ക് TSH ലെവൽസ് കുറവുമായിട്ടായിരിക്കും വരുന്നത്. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പാണ് വരുന്നത്. പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം. അപ്പം ഏറ്റവും നല്ലത് 2.5ൻ്റെ താഴെ TSH മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് 0.5നും 2.5നും ഇടയ്ക്ക്. പിന്നെ ചില ഇതുണ്ട് 2.5ഉം 4നും ഇടയ്ക്ക്, അങ്ങനെ ഓരോ സ്പെസിഫിക് കട്ട് ഓഫ്സ് ഉണ്ട്. അത് നമ്മൾ ഓരോ തൈറോയ്ഡ് ആൻറ്റിബോഡി എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഉണ്ട്, TPO എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ലെവൽസും കൂടെ ഡിറ്റർമൈൻ ചെയ്തിട്ടാണ് നമ്മൾ 2.5ൻ്റെ താഴെ വെക്കണോ 2.5നും 4നും ഇടയ്ക്ക് മതിയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. യൂഷ്വലി ഈ ആൻറ്റിബോഡീസ് ഒക്കെ പോസിറ്റീവ് ആയവർക്ക് നമ്മൾ ഈ TSH 2.5ൻ്റെ താഴെ തന്നെ വേണമെന്ന് മാൻഡേറ്ററി ആയിട്ട് വേണമെന്ന് പറയാറുണ്ട്.
അല്ലാത്തവർക്ക് 2.5-നും 4-നും ഇടയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ഹോൾ ബോഡിയെ ഒരു പ്രശ്നവും കൂടാതെ കൊണ്ടുപോകുന്നതിനുള്ള ഒരു വലിയ ഡ്യൂട്ടി തൈറോയ്ഡ് ഗ്രന്ഥിക്ക് ഉണ്ട്. സോ ഗർഭിണികളൊക്കെ ആവുന്ന സമയത്ത് ആ ഒരു ടൈമിൽ നമ്മൾ സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട സമയം കൂടിയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ എന്തായാലും ഹാപ്പി ആക്കാൻ കുറച്ച് ഒരു അടിപൊളി പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്നതായിരിക്കും SK ജംഗ്ഷനിലേക്ക്. കൂടെയുള്ളത് അന്നയും, ഒപ്പം തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. 89.6 FM സർഗക്ഷേത്ര. SK Junction. പിന്നെ നമുക്ക് ജസ്റ്റേഷണൽ തൈറോടോക്സിക്കോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പ്രഗ്നൻസിയിൽ. അത് നമ്മൾ നോക്കുമ്പം നമ്മുടെ TSH വളരെ സപ്രസ്ഡ് ആയിട്ടിരിക്കുമായിരിക്കും. അത് ഈ പ്ലാസെന്റൽ ഹോർമോൺസിൻ്റെ ഒരു ആക്ഷൻ കൊണ്ടാണ് ഈ TSH വളരെ സപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്. ബട്ട് അപ്പം ഫ്രീ T4 ലെവൽസ് വെച്ച് നമ്മൾ നോക്കുമ്പം ഒത്തിരി ഹൈ അല്ല, നോർമലാണ്. അതെന്ന് പറഞ്ഞൊരു ട്രാൻസിയൻറ്റ് സ്റ്റേറ്റ് ആണ്. അത് റിസോൾവ് ആയിക്കോളും. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് റിസോൾവ് ആയിക്കോളും. യൂഷ്വലി TSH സപ്രസ്ഡ് ആകുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ ഹൈപ്പർ തൈറോയിഡ്സ് ആണോ എന്നുള്ളൊരു ഇത് വരും. അപ്പം നമ്മൾ ഫ്രീ T4 നോർമൽ ആണെങ്കിൽ പിന്നെ വെറീഡ് ആവേണ്ട. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ TPO എന്ന് പറഞ്ഞ ആൻറ്റിബോഡി പോലെ വേറെ ആൻറ്റിബോഡീസ് ഉണ്ട്, ട്രാബ് എന്നൊക്കെ പറഞ്ഞ് TSH റിസപ്റ്റർ ആൻറ്റിബോഡി. അത് പോസിറ്റീവ് ആണോ എന്നും കൂടെ നമ്മൾ നോക്കും. അത് നെഗറ്റീവാണ്, ഫ്രീ T4 ലെവൽസ് നോർമൽ ആണെങ്കിൽ പിന്നെ ഈ TSH സപ്രഷൻ മോസ്റ്റ്ലി ജസ്റ്റേഷണൽ തൈറോടോക്സിക്കോസിസ് കൊണ്ടായിരിക്കും. അതൊരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ്. അത് നമ്മൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. പിന്നെ പ്രഗ്നൻസിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന തൈറോക്സിൻ സപ്ലിമെൻറ്റേഷൻ ആണ്. പക്ഷെ ഹൈപ്പർ തൈറോയിഡിസത്തിന് നമ്മൾ ആൻറ്റി തൈറോയിഡ് മെഡിസിൻസ് ആണ്. അപ്പം പ്രഗ്നൻസിയിൽ ഈ തൈറോക്സിൻ എന്ന് പറയുന്നത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ബട്ട് ആൻറ്റി തൈറോയിഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫിസീഷ്യൻസും എൻഡോക്രൈനോളജിസ്റ്റും ഒക്കെ എല്ലാം കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഡിറ്റർമൈൻ ലൈക്ക് എത്ര വീക്ക് ഓഫ് ജസ്റ്റേഷൻ ആണ്, അതിൻ്റെ സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ആൻറ്റി തൈറോയിഡ് മെഡിസിൻസ് തരുന്നത്. ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിന്റെ സമയം കൂടി ആയതുകൊണ്ട് പാട്ട് കേട്ട് നമുക്ക് വേഗം തിരിച്ചെത്താം. കൂടെയുള്ള തന്നെയാണ് SK ജംഗ്ഷനിൽ. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. നമ്മൾ ഇന്ന് തൈറോയിഡ് ഡേക്ക് മുൻപായിട്ടൊരു അവയർനെസ് ആണ് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മെയ് 25-നാണ് വേൾഡ് തൈറോയിഡ് ഡേ എല്ലാ വർഷവും നമ്മൾ ആചരിച്ചു വരുന്നത് കേട്ടോ. സോ ഡോക്ടർ, നമ്മൾ ഈ തൈറോയിഡ് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വൈകി എന്ന് വിചാരിക്കൂ. അപ്പോൾ ഒരാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാം ഈ ഒരൊറ്റ കാരണം ഉള്ളതുകൊണ്ട്? ഈ തൈറോയിഡ് ഹോർമോണ് മൾട്ടിപ്പിൾ ഓർഗൻ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പം ഈ തൈറോയിഡ് ഡിസീസസ് ഈ മൾട്ടിപ്പിൾ ഓർഗൻ മാനിഫെസ്റ്റേഷൻസ് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ ഹാർട്ടിന്റെ ഇടുപ്പിലുള്ള വ്യത്യാസം, ഏട്രൽ ഫിബ്രിലേഷൻ പോലത്തെ കണ്ടീഷൻസ് വരാം. പിന്നെ ഹൈപ്പോ തൈറോയിഡിസം ലൈക്ക് ഒട്ടും കൺട്രോൾഡ് അല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു കോമറ്റോസ് സ്റ്റേറ്റിലോട്ട് പോകാം. പിന്നെ നമ്മൾ മിക്സഡീമ കോമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. തൈറോയിഡ് രോഗികൾ എസ്പെഷ്യലി ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസ് ചിലപ്പോൾ അവർ സ്കിപ്പ് ചെയ്യാറുണ്ട് ടാബ്ലറ്റ്സ് എടുക്കാതെ വർഷങ്ങളോളം അൺട്രീറ്റഡ് ആയിട്ട് ഇരിക്കുമ്പം ഈ ഹോർമോൺസ് വളരെ ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പം നമുക്ക് ഈ ഒരു കോമറ്റോസ് സ്റ്റേറ്റിലോട്ട് മിക്സഡീമ കോമ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി അത് എന്തെങ്കിലും ഒരു അണ്ടർലൈങ് ഇൻഫെക്ഷനോ കൂടെ വരുമ്പോഴാണ് അത് കുറച്ചും കൂടെ ട്രിഗേർഡ് ആയിട്ട് ഈ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത്. ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ നമുക്ക് ഈ ഡിപ്രഷൻ പോലെ, പിന്നെ ഫറ്റീഗ്, ഒന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ലാക്ക് ഓഫ് അറ്റൻഷന്, അങ്ങനത്തെ തിങ്സൊക്കെ. പിന്നെ മറിച്ച് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ ചിലപ്പോൾ ഈ അജിറ്റേഷന്, ഇന്റർപേഴ്സണൽ റിലേഷൻസിനെ വരെ ബാധിക്കാം. അപ്പം അത് പ്രോംപ്റ്റ്ലി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എല്ലാ വർഷവും ഒന്ന് ചെക്ക് ചെയ്യുന്നത്, ഒരു ഈക്വൽ ഇന്റർവെൽസിൽ ചെക്ക് ചെയ്യുന്നത് വളരെ വളരെ നന്നായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളിതാ ഒരു പാട്ടിലേക്ക് പോവാണ്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തും SK ജംഗ്ഷനിലേക്ക്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷന്റെ സമയമാണ്. നമ്മുടെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്തിരിക്കുന്നു. തിലകം മെറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. ഡോക്ടർ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ബോധവാന്മാരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ്. മെയ് 25 വേൾഡ് തൈറോയിഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ്. സോ അതിന് മുൻപായിട്ട് റേഡിയോയിലൂടെ പല ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള സംശയങ്ങൾ എല്ലാം തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു സൈഡിൽ നിന്നല്ലേ. ഡോക്ടർ, ഇത് ഏതെങ്കിലും തരത്തിൽ തൈറോയിഡിന്റെ രോഗങ്ങൾ ഹെറിഡിറ്ററി ആയിട്ട് കുട്ടികൾക്ക് വരാൻ സാധ്യതയുണ്ടോ അമ്മമാർക്കുണ്ടെങ്കിൽ? ഒരു ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്. കുട്ടികളുടെ ഈ തൈറോയിഡ് ഡിസീസസിനെ കുറിച്ച് പറയുമ്പം അത് കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറഞ്ഞൊരു എൻറ്റൈറ്റി ഉണ്ട്. അതായത് നമ്മൾ ജന്മന നമുക്ക് തൈറോയിഡ് ഡെഫിഷ്യൻസി ഉള്ള ചില കുട്ടികളുണ്ട്. അതിന് കാരണം രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ ഡിസ്ജനസിസ്, തൈറോയിഡിന്റെ സ്ട്രക്ചറിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് ഈ തൈറോയിഡ് ഗ്രന്ഥി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഉള്ള ഡിസ്ഹോർമോണോജനസിസ് എന്ന് പറയും. അതായത് നമ്മൾ തൈറോയിഡ് ഹോർമോൺ സിന്തസിസിന്റെ സ്റ്റെപ്സിലുള്ള എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കൊണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് നമ്മൾ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന് കൂടുതലായിട്ട് പറയുന്നത്. പിന്നെ ഈ സിംറ്റംസ് എന്ന് പറയുമ്പോൾ കുഞ്ഞു പിള്ളേരിൽ, ഈ നവജാത ശിശുക്കളിലൊക്കെ ഈ പ്രൊലോങ്ഡ് ജോണ്ടിസ്, മഞ്ഞ നിറം പ്രൊലോങ്ഡ് ആയിട്ട് ഇരിക്കുക. പിന്നെ അതേപോലെ ഇൻഫൻസിലൊക്കെ ആണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഒരു സിംറ്റമായിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ നാക്കിന്റെ സൈസ് കൂടുന്നതായിട്ട് മാക്രോഗ്ലോസിയ എന്ന് പറയും, അതും ഒരു സൈനായിട്ട് എടുക്കാറുണ്ട്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ലാക്ക് ഓഫ് അറ്റൻഷന്, അവരുടെ പഠിത്തത്തിൽ അത്രയും ഒരു നല്ലൊരു പെർഫോമൻസ് കാണിക്കുന്നില്ല, ആ ഒരു ഇതിലും നമുക്ക് കണ്ടുവരാറുണ്ട്. പിന്നെ വളർച്ചയുടെ ഇതിലും, അതായത് നമുക്ക് ചിലപ്പോൾ ഈ തൈറോക്സിൻ ഹോർമോൺ വളരെ കുറവുള്ള കുട്ടികൾക്ക് ഷോർട്ട് സ്റ്റേച്ചർ ആയിട്ട് വരും, അതായത് പൊക്കം കുറവായിട്ട്. അപ്പം അങ്ങനെയും കണ്ടുവരാറുണ്ട്. പിന്നെ ഈ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡ്സുമായിട്ട് ചില മ്യൂട്ടേഷൻസ് ഉണ്ട്. ലൈക്ക് അത് നമ്മളെ ഹിയറിങ്, കേൾവിശേഷിനെയൊക്കെ ബാധിക്കുന്ന പെൻഡ്രിൻ പോലത്തെ ജീൻ മ്യൂട്ടേഷൻസിലൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ അയഡിൻ ഇപ്പം മറ്റേണൽ ഇൻടേക്ക് ഓഫ് അയഡിൻ ഒക്കെ വളരെ കുറവാണെങ്കിൽ, അയഡൈസ്ഡ് സോൾട്ട് അല്ല, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതേപോലെ അമ്മയ്ക്കും ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്കും സിവിയർ ഹൈപ്പോതൈറോയിഡിസം വരാം, റെറ്റിനിസം പോലത്തെ കണ്ടീഷൻസ് വരാം. സോ കേട്ടുകൊണ്ടേയിരിക്കൂ, ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് അറിയാനുണ്ട്. SK ജംഗ്ഷനിലൂടെ തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. 89.6 FM സർഗക്ഷേത്ര. SK Junction. SK ജംഗ്ഷനിലൂടെ ഇന്ന് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് തൈറോയിഡ് ഡേ മെയ് 25 നമ്മൾ ആചരിക്കുന്നതിന് മുൻപായിട്ട് റേഡിയോയിലൂടെ നമ്മൾ ഈ ഒരു വിഷയത്തെ പറ്റി കൂടുതൽ അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. സോ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മെറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. ഡോക്ടർ, നമ്മൾ ഇനി കുറച്ചങ്ങോട്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു മെയിൻ ഡൗട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവാണ്. നമുക്കറിയാം, നമ്മുടെ പലരുടെയും പല രീതിയിലുള്ള അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ഫുഡ് റൂട്ടീൻ ആവാം. ശരിക്കും തൈറോയ്ഡ് രോഗങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് തൈറോയ്ഡ് രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ കഴിക്കേണ്ടി വരുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഈ ഇത് പറയുമ്പം അയഡിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം അയഡിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ഹൈപ്പോതൈറോയിഡിസം വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ അളവുണ്ട് അയഡിൻ്റേത്. അപ്പം അത് പ്രോപ്പറായിട്ട് എടുക്കണം എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അയഡിൻ എക്സസ് ആകാനും പാടില്ല, അത് തീരെ കുറയാനും പാടില്ല. പിന്നെ പണ്ട് നമ്മൾ ഈ ക്യാബേജ്, കോളിഫ്ലവർ, കപ്പ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുമായിരുന്നു. ബിക്കോസ് അതിനകത്ത് ഈ തയോസൈനേറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ട്. അത് ഈ നമ്മുടെ ഈ അയഡിൻ്റെ അബ്സോർപ്ഷൻ, ഗ്ലാൻഡിലോട്ടുള്ള അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും എന്നുള്ളൊരു ഇതൊരു ധാരണയുണ്ടായിരുന്നു. ബട്ട് നമ്മളുടെ ഒരു ഇന്ത്യൻ ഡയറ്റ് വെച്ച് നമ്മളിങ്ങനെ ക്യാബേജ് എല്ലാം യൂഷ്വലി കുക്ക് ചെയ്താണ്. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ക്യാബേജോ കോളിഫ്ലവറോ കഴിക്കുന്നില്ല, എല്ലാം നമ്മൾ കുക്ക് ചെയ്തുമാണ്. അത് നമ്മളൊരു മോഡറേഷനിലാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ ഇപ്പം ഒരു റെസ്ട്രിക്ഷൻ പറയാറില്ല.
റീസെന്റ് സ്റ്റഡീസിൽ അങ്ങനെയാണ്. പിന്നെ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിവതും അവോയ്ഡ് ചെയ്യുക. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഫുഡിന്റെ ഒരു കാര്യം നമുക്ക് ഏകദേശം പിടികിട്ടി. നമ്മൾ ഇനി ഒരു കൺക്ലൂഷൻ ആണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു എൻഡിങ്, അതായത് തൈറോയ്ഡ് രോഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വഴിയുണ്ടോ ഡോക്ടർ? നമുക്ക് ഈ തൈറോയ്ഡ് രോഗങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അത് പ്രോപ്പറായിട്ട് അതിൻ്റെ മരുന്നുകൾ എടുക്കുക, ഫോളോ അപ്പ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ റിഗാർഡിങ് സ്റ്റോപ്പേജ് ഓഫ് മെഡിസിൻസ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ഈ കൂടുതലും തൈറോയ്ഡ് ഡിസീസസ് ഓട്ടോ ഇമ്മ്യൂൺ ഒരു എറ്റിയോളജിയോ ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പം നമ്മൾ അത് ചിലപ്പോൾ ഈ ആൻറ്റിബോഡീസ് ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ ലൈഫ് ലോങ് ട്രീറ്റ്മെൻറ്റ് ചിലപ്പം എടുക്കേണ്ടി വന്നേക്കാം. അല്ല പക്ഷേ 2 years ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള തൈറോയ്ഡ് ലെവൽസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കാറുണ്ട്. അത് ഇൻഡിവിജ്വലിയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത്. ബട്ട് കൺട്രോളബിൾ ആണ് വിത്ത് റെഗുലർ ട്രീറ്റ്മെന്റ് ആൻഡ് ഫോളോ അപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു റിലീഫ് എന്ന് പറയുന്നതും. സോ ആ ഒരു ആശ്വാസത്തിൽ നമ്മളൊരു പാട്ട് അങ്ങോട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വരുന്നതായിരിക്കും. SK ജംഗ്ഷനിലേക്ക് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ലൂടെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. ഡോക്ടർ, പൊതുവെ നമ്മൾ കേൾക്കാറുള്ള ഒരു കോമെന്റ് ഉണ്ട്, അതായത് ഭാരം കൂടുന്നതൊക്കെ ഈ തൈറോയിഡ് കാരണമായിരിക്കും. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ഇത് ശരിക്കും ഫാക്റ്റ് ആണോ അതോ മിത്താണോ? നമുക്ക് ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ വെയിറ്റ് ഗെയിന് കണ്ടുവരാറുണ്ട്. ബട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഈ വെയിറ്റ് ഗെയിന് ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓവർ ഈറ്റിംഗ്, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നു, അങ്ങനെയൊക്കെയാണ് കൂടുതലും. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഈ ഒബേസിറ്റി വരുന്നത് ദാൻ ഹൈപ്പോതൈറോയിഡിസം കൊണ്ട് വെയിറ്റ് ഗെയിൻ വരാം, ബട്ട് നോട്ട് എക്സ്ക്ലൂസീവ്ലി അതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ പലരുടെയും കഴുത്തിങ്ങനെ വീർത്തിരിക്കുന്ന സമയത്ത് തൈറോയ്ഡ് ഉണ്ടോ നിനക്ക്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ശരിക്കും ഈ കഴുത്തിലെ വീക്കം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരുന്നത്? നമുക്കിങ്ങനെ ഒരു തൈറോയ്ഡ് നൊഡ്യൂള് കാണുമ്പം നമ്മൾ എല്ലാ നൊഡ്യൂൾസും ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പിന്നെ എസ്പെഷ്യലി സിംറ്റംസ്, ഈ നൊഡ്യൂളിന്റെ സൈസ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ തൊണ്ടവേദന പോലെ വരിക, പിന്നെ നമുക്ക് സൗണ്ട് മാറുന്ന പോലെ തോന്നുകയാണ്, പിന്നെ വെയിറ്റ് ലോസിന്റെ ഹിസ്റ്ററി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ പറയുന്നത് പോലെ ബാക്കി ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യണം. യൂഷ്വലി നമ്മൾ പറയാറുള്ള തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളും അതിനോടൊപ്പം തന്നെ അൾട്രാസൗണ്ട്, തൈറോയിഡിന്റെ അൾട്രാസൗണ്ടും എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ ആ നൊഡ്യൂളിന്റെ സൈസ്, അതിന്റെ കൺസിസ്റ്റൻസി, അതിന്റെ കുറച്ച് റേഡിയോളജിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യും. എത്രമാത്രം റിസ്ക് ഉണ്ട്, ഇതൊരു ക്യാൻസർ പോലത്തെ കണ്ടീഷൻ ആണോ അതോ ബിനൈൻ ആയിട്ടുള്ളതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പിന്നെ അതിനകത്ത് ഈ തൈറോയ്ഡ് ലെവൽസ്, ഹോർമോൺ ലെവൽസും കൂടെ നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഹയർ സ്കാനുകൾ, ലൈക്ക് തൈറോയ്ഡ് റേഡിയോ ന്യൂക്ലിയോടൈഡ് സ്കാൻസ് ഉണ്ട്, ഐഡിൻ സ്കാൻ എന്നൊക്കെ പറഞ്ഞ് അതും ചിലപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്താണ് മറ്റേ അൾട്രാസൗണ്ട് ഫീച്ചേഴ്സും അതേപോലെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽസും പിന്നെ പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സും കൂടെ നോക്കിയാണ് നമ്മളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ബാക്കി ഹയർ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ കാര്യങ്ങളും പിന്നെ ഈ USG ഫീച്ചേഴ്സ് വെച്ച് നമ്മൾ കുത്തി പരിശോധന വേണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഈ അൾട്രാസൗണ്ടിൻ്റെ ഫൈൻഡിങ്സ് വെച്ചാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ മാത്രം പറയാറുമുണ്ട്. കേട്ടോണ്ടേയിരിക്കൂ, ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട്, കേൾക്കാനുണ്ട്. SK ജംഗ്ഷനിലൂടെ തന്നെ നമ്മുടെ കൂടെ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ. 89.6 FM സർഗക്ഷേത്ര. SK Junction. Once again, welcome back to SK Junction. കൂടെയുള്ള തന്നെയാണ് കാതോരം കരുതലായ കാലത്തിനൊപ്പം. സോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്, തിലകം മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു. മെയ് 25 വേൾഡ് തൈറോയ്ഡ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. പക്ഷേ അതിന് മുൻപായിട്ട് നമ്മുടെ സർഗക്ഷേത്രയിലൂടെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ
ലിസണേഴ്സിലേക്ക് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇത്രയും നേരം ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിരുന്നു. ആൻഡ് ഡോക്ടർ, ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ ഒരു ഫ്രേസ്, പ്രിക്കോഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. തൈറോയിഡിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫ്രേസ് വർക്കബിൾ ആണോ, വർക്ക് ചെയ്യോ? നമുക്ക് മുൻകൂട്ടി എന്തെങ്കിലും മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ടിനെ തടയാനായിട്ട് നമുക്ക് പറ്റുമോ? ഒരു പരിധി വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഒക്കെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്യുവാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് തൈറോയ്ഡ് ഡിസീസസ് യൂഷ്വലി അതൊരു ഓട്ടോ ഇമ്മ്യൂൺ, ഒരു ജനറ്റിക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ബട്ട് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ഓവറോൾ നമ്മുടെ മെറ്റബോളിക് ഹെൽത്ത് ബെറ്റർ ആക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ജങ്ക് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ കുറേ നേരമായിട്ട് തൈറോയിഡിനെ പറ്റി അല്ലെങ്കിൽ തൈറോയിഡ് രോഗങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ പോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഗ്ലാൻഡാണ് തൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ. ഭയങ്കര നമുക്ക് എപ്പോഴും ഒരു എസ്തറ്റിക് ഫീൽ തരുന്ന ബട്ടർഫ്ലൈ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. ഈ മൊത്തം നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ കൃത്യമായിട്ടുള്ളൊരു രീതിയിലേക്ക് വഴി നടത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തതിൽ തന്നെ ആദ്യം വളരെയധികം താങ്ക്സ് പറയാണ് അങ്ങോട്ട്. കാരണം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഫൈനലി ഡോക്ടർക്ക് എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് ഈ തൈറോയിഡ് ദിനത്തെ പറ്റി പറയാനുള്ളത്? നമ്മളിപ്പം പറഞ്ഞതുപോലെ ഈ തൈറോയിഡ് ഡിസീസസ് എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. ബീറ്റ് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ നൊഡ്യൂളാണ്. എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ള ഒരു കണ്ടീഷനാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ റുട്ടീനായിട്ടാണെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുക, അത് ഏർലി ഡയഗ്നോസ് ചെയ്യുക, അതിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഡയഗ്നോസ് ചെയ്യണം, പിന്നെ അത് ട്രീറ്റും ചെയ്യണം, പിന്നെ അതിൻ്റെ ഫോളോ അപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പ്രോംപ്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാനും അത് ട്രീറ്റ് ചെയ്യാനും അത് ഫോളോ അപ്പ് ചെയ്യാനും ഉള്ള ഒരു എയിമാണ് നമ്മൾ ഈ മെയ് 25 ഈ വരാൻ പോകുന്ന മെയ് 25 വേൾഡ് തൈറോയിഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഈ വർഷത്തെ തീം അവയർനെസ് ത്രൂ എഡ്യൂക്കേഷൻ ഉള്ള ഒരു തീമാണ്. അപ്പം ഹോപ്പിംഗ് ദാറ്റ് എവരി വൺ ഗോട്ട് എന്തായാലും അവയർനെസ് ത്രൂ റേഡിയോ നമ്മൾ കൃത്യമായിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. കൃത്യമായിട്ട് ഡോക്ടർ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാൻ സാധ്യതയുള്ളത്, അതിനെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇതിന് കൊടുക്കാം എന്നുള്ളതിനെ പറ്റി കൃത്യവും വ്യക്തവുമായിട്ട് നമ്മുടെ ഡോക്ടർ നമ്മുടെ കൂടെ ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്നു. സോ ഇത്രയും നേരത്തെ ഈ ഒരു ടോക്കിന് ആദ്യം തന്നെ അങ്ങോട്ട് ഞാൻ ഒരുപാട് നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തിലകം മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ഇന്ദു ബാമ മാത്യു ആണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും അതുപോലെ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് SK ജംഗ്ഷനിൽ നമ്മൾ കേട്ടുമുട്ടും വരെ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.